സ്നേഹമുള്ളവരെ, നവംബർ മാസത്തിലെ മധ്യത്തിലാണ് നമ്മളിപ്പോൾ. നവംബർ മാസത്തെ 3-ാമത്തെ ഞായറാഴ്ചയാണിപ്പോൾ. നവംബർ മാസം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ആത്മക്കാരുടെ മാസം, മരിച്ച വിശ്വാസികളുടെ മാസം. എന്നാൽ അത് ആരംഭിക്കുന്നത് സകല വിശുദ്ധന്മാരുടെയും തിരുനാളോടുകൂടി ആരംഭിച്ചു. നവംബർ 1-ാം തീയതി, അതിനുശേഷം നവംബർ 2-ാം തീയതി മരിച്ച വിശ്വാസികളുടെ വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെ നമ്മൾ സകല സെമിത്തേരികളിലെല്ലാം പോയി നമ്മുടെ പൂർവികർ മരിച്ചവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഈ മാസം മുഴുവൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയുണ്ടാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയുടെ യോഗ്യതയാൽ ആത്മാക്കൾ മോക്ഷത്തിൽ ചെന്നു ചേരാൻ ഭാഗ്യം കൊടുക്കണേ. ഇതാണ് നമ്മുടെ പ്രധാന പ്രാർത്ഥന ഈ മാസം മുഴുവനും. സ്നേഹമുള്ളവരെ, എന്നാൽ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങോട്ടാണ് അവരെല്ലാം ചെന്ന് ചേരുന്നത്. നമ്മുടെ ആരാധന കാലമനുസരിച്ച് നമ്മുടെ സിറോ മലബാർ സഭയുടെ ഒരു മനോഹാരിതയാണ് ഈ ആരാധനാ കാലഘട്ടങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വിശുദ്ധ കുർബാനകളിൽ ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ആരാധനാക്രമം അനുസരിച്ച് പള്ളിക്കൂദാശ കാലഘട്ടമാണിപ്പോൾ നമ്മുടെ. ഇനി 15 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ആഗമന കാലത്തിലേക്ക്, മംഗലവാർത്താ കാലത്തിലേക്ക് പ്രവേശിക്കും. ഒരു പുതിയ ആരാധനാ വർഷം ആരംഭിക്കും. എന്നാൽ അതിനു മുമ്പുള്ള ഈ പള്ളിക്കൂദാശ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം. അതിനു മുൻപുള്ള കാലഘട്ടം ഏലിയ, സ്ലീഹ, മോശ കാലഘട്ടമാണ്. ഏലിയ, സ്ലീഹ, മോശ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ വിചിന്തനം ചെയ്ത് കഴിഞ്ഞു. കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൻ്റെ കാലഘട്ടമാണ്. കർത്താവ് വീണ്ടും വന്ന് വിധി പ്രസ്താവിച്ച് സ്വർഗത്തിലുള്ളവരെല്ലാം പുതിയ ആകാശം, പുതിയ ഭൂമിയിലേക്ക് ആനയിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ്. ഈ വരാനിരിക്കുന്ന സംഭവത്തെ, ആ കാലഘട്ടത്തിന് ശേഷം ഉണ്ടാവുന്ന പുതിയ ജെറുസലേമാണ് ഈ പള്ളിക്കൂദാശ കാലഘട്ടത്തിലെ വിഷയം. ആ പുതിയ ജെറുസലേമിൽ കൊരിന്ത്യോസുകാർക്ക് ഇത് ലേഖനത്തിൽ 1 കൊരിന്ത്യസ് 15-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് എല്ലാ ഭരണവും അധികാരങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാം മുകളിൽ വിജയം സ്ഥാപിച്ചുകൊണ്ട് സഭയെ അതായത് കർത്താവിൻ്റെ മണവാട്ടിയെ പിതാവിന് സമർപ്പിക്കുന്ന സമയമാണ്. അഥവാ പള്ളിക്കൂദാശ കാലഘട്ടം എന്ന് പറയുന്നത് സഭാ സമർപ്പണ കാലഘട്ടമാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ കരയേണ്ട കാലഘട്ടമല്ല ഇത്, ദുഃഖിക്കേണ്ട കാലഘട്ടമല്ല ഇത്. മറിച്ച് ദൈവത്തിൻ്റെ മഹത്വമണിഞ്ഞ മണവാട്ടിയായി മുടിചൂടി നിൽക്കുന്ന സഭയെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും, ഓരോ വിശ്വാസിയും അഭിമാനത്തോടെ ഈ മഹത്വത്തിൽ പങ്കുചേരുന്ന ഒരു കാലഘട്ടമാണിത്. തീർച്ചയായിട്ടും സഭ എന്നത് മഹത്വീകരിക്കപ്പെട്ട് വിജയശ്രീലാളിതരായ വിജയസഭയായ സകല വിശുദ്ധന്മാരും ഇന്ന് ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന വിശ്വാസികളായ വിശുദ്ധരും, അതോടൊപ്പം മരിച്ച വിശ്വാസികൾ, ആ മരിച്ച വിശ്വാസികൾ എല്ലാവരും തന്നെ സ്വർഗത്തിൽ എത്തിച്ചേരും എന്നതാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം. കാരണം മരിച്ച വിശ്വാസികളാണവർ. വിശ്വാസത്തിൽ ജീവിച്ച് മരിച്ചവർ കർത്താവ് ഈശോ മിശിഹായുടെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട മുടിചൂടി നിൽക്കുന്ന സഭയുടെ ഭാഗമാണവർ. ഈ ബോധ്യത്തോടെ നമ്മൾ ഈ ദിവസം വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ സഭയുടെ അഥവാ സഭയാകുന്ന മണവാട്ടിയായിട്ട്
അഭിമാനത്തോടെ നമുക്കിന്ന് ബലിയർപ്പിക്കാം. ഇന്നത്തെ വിചിന്തനത്തിനുള്ള വചനങ്ങളിൽ നമ്മുടെ ആഘോഷമായ വിശുദ്ധ കുർബാന ആഘോഷിക്കുമ്പോൾ 4 വചനഭാഗങ്ങളാണ് നമുക്കുള്ളത്. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നും 9-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വചനങ്ങളും, ഏശയ്യായുടെ പുസ്തകത്തിൽ പുതിയ ജെറുസലേമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 54-ാം അധ്യായത്തിൽ 1 മുതൽ 15 വരെയുള്ള വചനങ്ങളും, എബ്രായ ലേഖനത്തിൽ പഴയതും പുതിയതും ആയ ബലിയുടെ വ്യത്യാസം മനസ്സിലാക്കി തരുന്ന പ്രത്യേകമായ 9-ാം അധ്യായത്തിൽ 5 മുതൽ 15 വരെയുള്ള വചനങ്ങളും, അതിനെ തുടർന്ന് അതിൻ്റെ എല്ലാം മകുടമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാനായിലെ കല്യാണത്തിന് ശേഷം ഈശോ ജെറുസലേം ദേവാലയത്തിൽ ശുദ്ധീകരിക്കുന്ന, അവിടെ കച്ചവടക്കാരെ ചാട്ടവാറുകൾ കൊണ്ട് അടിച്ചോടിക്കുന്ന ദേവാലയ ശുദ്ധീകരണത്തിന്റെ ഭാഗം. ഈ സുവിശേഷ വചനങ്ങളെല്ലാം തന്നെ, ഈ സുവിശേഷ വചനങ്ങളും ലേഖനഭാഗവും പ്രവാചക വചനങ്ങളും പഴയ നിയമഭാഗങ്ങളും എല്ലാം ഒരു മണവാട്ടിയും മണവാളന്റെയും കാര്യമാണ്. സ്നേഹമുള്ളവരെ, ജെറുസലേം ദേവാലയത്തിൽ ഈശോ ശുദ്ധീകരണം നടത്തുന്നത് തന്നെ വലിയ ഒരാശയമാണ്. നമുക്കറിയാം, ഈശോ ജനിച്ച സമയത്ത് തന്നെ ഈ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് തന്നെ ആ കുഞ്ഞിനെ സമർപ്പിച്ചപ്പോൾ ശമീയോൻ പറഞ്ഞു, ഇവൻ ഒരു വിവാദ വിഷയമാകും. ഇവരൊരു വിവാദ വിഷയമാകുന്ന അടയാളമാണ്. അതെ, ജെറുസലേം ദേവാലയത്തിൽ കച്ചവടക്കാരെയും ആട്ടി ഓടിക്കുകയും അവരോടുള്ള വാഗ്വാദത്തിൽ ചെല്ലുകയും ചെയ്തപ്പോൾ ഒരു വലിയ വിവാദത്തിന്റെ ആരംഭമെന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ഈ നവംബർ മാസത്തിൽ ഈ ചിന്ത വിവാദ വിഷയമായ ചിന്തയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വലിയ നിഗൂഢതയും വിസ്മയനീയതയും ഒളിഞ്ഞിരിക്കുന്ന പുതിയ ജെറുസലേമിലേക്ക് സഭ പ്രവേശിക്കുന്നതിൻ്റെ ഒരു മുൻ അനുഭവം നമുക്ക് ലഭിക്കും എന്ന ബോധ്യത്തോടെയാണ് നമ്മൾ ഇതെല്ലാം കാണേണ്ടത്. ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, മോറിയ പർവ്വതത്തിൽ അബ്രാഹത്തിനോട് കർത്താവ് വാഗ്ദാനം ചെയ്തു. വാഗ്ദാനം മാത്രമല്ല, ശപഥം ചെയ്തു. അവിടെ വെച്ച് ഇസഹാക്കിനെ ബലിയർപ്പിച്ചപ്പോൾ അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ പ്രകടമായ പ്രവർത്തനം അല്ലെങ്കിൽ പ്രകടമായ അനുഭവമായിരുന്നു. അബ്രാഹം വിശ്വസിച്ചു. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത് പോലെ നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ പെരുകിപ്പിക്കും എന്ന് വാഗ്ദാനം ഉണ്ടായിരിക്കെ തന്റെ ഏകമകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അബ്രാഹം വിശ്വസിച്ചു. ദൈവം തന്റെ വാഗ്ദാനത്തിൽ നിന്നും ഒരിക്കലും അകലില്ല. വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ് ദൈവം. അതുകൊണ്ട് ഞാൻ എൻ്റെ മകനെ ബലിയർപ്പിച്ചാൽ, ഞാൻ എൻ്റെ മകനെ ദഹന ബലിയർപ്പിച്ചാൽ മരിച്ചവരിൽ നിന്ന് പോലും ദൈവത്തിന് മനുഷ്യനെ ഉയർപ്പിക്കാൻ കഴിയുമെന്ന് അബ്രാഹം വിശ്വസിച്ചു. സ്നേഹമുള്ളവരെ, ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരുന്നു അത്. എബ്രായ ലേഖനം 11-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ടത്. ആ മോറിയ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് കർത്താവ് അബ്രാഹത്തിനോട് ശപഥം ചെയ്തു. ഏബ്രഹാം, ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു, നിന്റെ സന്തതിയിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. സ്നേഹമുള്ളവരെ, ആ ശപഥമാണ്, ആ വാഗ്ദാനമാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലെ വലിയ ഒരു ഘട്ടം. ആ മോറിയ മലയുടെ മുകളിലാണ് ദൈവം ദാവീദിനോട് പറഞ്ഞു, നീ എനിക്കൊരു ദേവാലയം ഉണ്ടാക്കണം. അത് ദാവീദിനെ പൂർത്തിയാക്കാൻ സാധിച്ചില്ല, എന്നാൽ സോളമൻ അത് പൂർത്തിയാക്കി. അങ്ങനെ ജെറുസലേം ദേവാലയം അതിമനോഹരമായ ഭാവി മഹത്വത്തിന്റെ ഒരു പ്രതീകമായിട്ട്
യുഗാന്ത്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന മഹത്വത്തിന്റെ ഒരു പ്രതീകം എന്നോണമാണ് അതുണ്ടായതെങ്കിലും അങ്ങനെ മനുഷ്യനിർമ്മിതമായ ദേവാലയത്തിലൂടെയല്ല ദൈവത്തിന്റെ രാജ്യം മഹത്വമണിയുന്നതെന്ന് മനസ്സിലാക്കി തരാൻ കൂടി വേണ്ടി ആയിരിക്കണം ആ ദേവാലയം നബൂഖദ്നേസർ ബാബിലോണിൽ രാജാവായിരുന്ന കാലഘട്ടത്തിൽ നബൂഖദ്നേസറിനാൽ ആക്രമിക്കപ്പെട്ടുകൊണ്ട് ആ ദേവാലയം മുഴുവനും കത്തി നശിപ്പിച്ചു. സ്നേഹമുള്ളവരെ, അതിനുശേഷം പിന്നീട് ഹഗ്ഗായിയുടെ കാലഘട്ടത്തിലെല്ലാമാണ് വീണ്ടും ജെറുസലേമിൽ പണിയുവിൻ, ദേവാലയം പണിയണം എന്നുള്ള ആഹ്വാനങ്ങൾ പ്രവചിക്കപ്പെട്ടു. പക്ഷേ യേശുവിൻ്റെ ജനനത്തിന് കുറച്ച് മുൻപായിട്ട് വീണ്ടും ആ സ്ഥലത്ത് തന്നെ ജെറുസലേം ദേവാലയം പുനർനിർമ്മിച്ചു. ആ ദേവാലയത്തിനാണ് 46 സംവത്സരങ്ങൾ എടുത്ത് പണിത ആ ദേവാലയത്തിലാണ് ഇന്ന് ഈശോ നിൽക്കുന്നത്. ഈ ചരിത്രം അല്പം മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ ഭംഗിയെല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഖ്യയുടെ പുസ്തകത്തിൽ കർത്താവ് ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിച്ചത് എങ്ങനെയാണെന്ന് മനുഷ്യന്റെ ശക്തിയിലൂടെയോ കഴിവുകളിലൂടെ അല്ല. സംഖ്യയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ 15-18 വചനങ്ങളിൽ നമുക്ക് കാണാം, അവരുടെ കൂടാരത്തിന് മുകളിൽ കർത്താവ് മേഘമായിട്ട് വന്നു. പകൽ മുഴുവനും ആ മേഘം അവരെ സംരക്ഷിച്ചു. രാത്രി മുഴുവനും ആ മേഘം അഗ്നി പോലെ ജ്വലിച്ചു നിന്നുകൊണ്ട് അവരെ സംരക്ഷിക്കുകയും മേഘം മുന്നോട്ട് പോകുന്നതനുസരിച്ച് അവർ കൂടാരവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. മേഘം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവർ അവിടെ നിന്നു. അതായത് കർത്താവിൻ്റെ മഹത്വം അവരെ നയിച്ചു എന്നതും അതൊരു രണ്ടാമത്തെ പെസഹ പോലെയായിരുന്നു അവർക്ക്. അതെല്ലാം ഈ പുതിയ ജെറുസലേമിലേക്കുള്ള ദൈവത്തിൻ്റെ നയിക്കലിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇനി നമ്മൾക്ക് വായിച്ചു കേട്ടത് യെശയ്യാ പ്രവചനത്തിലെ 54-ാം അധ്യായമാണ്. യെശയ്യായുടെ 54-ാം അധ്യായത്തിന്റെ ശീർഷകം തന്നെ ഇതാണ്, പുതിയ ജെറുസലേം എന്നാണ്. യെശയ്യായുടെ 54-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ ദാസനെ കുറിച്ചുള്ള പ്രവചന ഗീതങ്ങളായിരുന്ന 4 ഗീതങ്ങൾ 42 മുതൽ 53 വരെയുള്ള അധ്യായങ്ങൾക്ക് ശേഷമാണല്ലോ 54-ാം അധ്യായം. 53-ാം അധ്യായത്തിലാണ് ഈശോയുടെ പീഠാനുഭവത്തെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. അതിനുശേഷമുള്ള ആ പീഠാനുഭവം കഴിഞ്ഞ് യേശു തൻ്റെ രക്തം കൊടുത്ത് നേടിയെടുത്ത് തൻ്റെ മണവാട്ടിയായ സഭയാണ് അവിടെ. ഇവിടെ തന്നെ ആ മണവാളൻ മണവാട്ടി ബന്ധത്തെ പ്രകീർത്തിക്കുന്നതാണ് യെശയ്യാ 54:5 പറയുന്നത്. യെശയ്യാ 54:5 പറയുന്നതാണ്, നിന്റെ സൃഷ്ടാവ് ആണ് നിന്റെ ഭർത്താവ്. സൃഷ്ടാവായ ദൈവം തന്നെയാണ് നിന്റെ മണവാളൻ. ഇവിടെ മുതൽ ഈ മണവാളൻ മണവാട്ടി ബന്ധം നമ്മൾ മനസ്സിലാക്കണം. പല സ്ഥലത്ത് പറയുന്നുണ്ട്, ഹോശേയയുടെ പുസ്തകത്തിലും ഇത് പറയുന്നുണ്ട്. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഭൂമി മുഴുവന്റെയും ദൈവം എന്ന് അവിടെ നിന്ന് വിളിക്കപ്പെടുന്നു. പരിത്യക്തയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ സന്തപ്ത ഹൃദയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ നേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്നും മറച്ചു വെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. നോഹയുടെ കാലം പോലെയാണ് ഇത് എനിക്ക്. അവന്റെ കാലത്തെ തന്നെ അവന്റെ കാലത്തെന്ന പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിന്നോടൊരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു,
മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. സ്നേഹമുള്ളവരെ, എത്ര പാപിയായ മനുഷ്യനെ അവൻ്റെ പാപവും അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷയും അവൻ്റെ പാപത്തിൻ്റെ ശാപവും ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ രാജ്യം സ്ഥാപിക്കുന്ന ആ രഹസ്യത്തെക്കുറിച്ചുള്ള പ്രവചനമാണത്. ദൈവം തന്നെയാണ് നമ്മുടെ മണവാളൻ. ആ മണവാളൻ മണവാട്ടിയെ ശുദ്ധീകരിക്കുന്നതിനായി തൻ്റെ ജീവരക്തം ഒഴുക്കിക്കൊണ്ട് സഭയാകുന്ന മണവാട്ടിയെ ശുദ്ധീകരിക്കും എന്നതായിരുന്നു ആ യെശയ്യാ പ്രവചനം. ഈ പ്രവചനങ്ങളെല്ലാം പൂർത്തിയായല്ലോ. ഈ പ്രവചനങ്ങൾ പൂർത്തിയായി. പക്ഷെ നമ്മളിത് വിശ്വസിക്കണം. നമ്മൾ ഈ ആത്മക്കാരുടെ മാസത്തിൽ വിശ്വസിക്കേണ്ടത്, വിശ്വാസികൾ, മരിച്ച വിശ്വാസികളും ഇവിടെ ജീവിക്കുന്ന വിശ്വാസികളും എല്ലാം ഈ രക്ഷാകര പദ്ധതിയിലൂടെ കടന്നു പോവുകയും ദൈവം അവരുടെ എല്ലാം പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് തൻ്റെ രക്ഷകനിലൂടെ മണവാട്ടിയെ വിശുദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. സഭയാകുന്ന മണവാട്ടിയെ വിശുദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ കർത്താവ് തന്നെയാണ് എൻ്റെ ഭർത്താവ് അഥവാ എൻ്റെ മണവാളൻ. ഈ ഒരു ആശയത്തെ നമ്മൾ ഇന്ന് വിശുദ്ധ ബലിയിൽ പ്രത്യേകിച്ച് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇത് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മോട് കോപിക്കുന്ന, നമ്മോട് ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല. ഇവിടെ പറയുന്നതാണ്, കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു, എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. നോഹയുടെ കാലം പോലെയാണ് ഇത്. അവന്റെ കാലത്തെന്ന പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, അതാണ് അബ്രാഹത്തിനോട് ചെയ്ത വാഗ്ദാനത്തിന്റെ ഒരു ഭാഗം. ഞാൻ നിന്റെ സന്തതിയിലൂടെ ലോകം മുഴുവനും അനുഗ്രഹിക്കും. ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് കർത്താവ് ഈശോ മിശിഹായിലൂടെ വന്ന അനുഗ്രഹം. സ്നേഹമുള്ളവരെ, എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാം ഈ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസവും ആ പഴയ ബലികളും പുതിയ ബലികളും തമ്മിലുള്ള വ്യത്യാസം. ആ പഴയ ബലികൾ പോലെ അല്ല. എബ്രായ ലേഖനം 9-ാം അധ്യായം 13-14 വചനങ്ങളെല്ലാം എത്ര മനോഹരമാണ്. 13-ാമത്തെ വചനത്തിൽ പറയുന്നതാണ്, കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തെളിക്കുന്നതും പശുക്കിടാങ്ങളുടെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിച്ചിരുന്നു. ഇത് പഴയ നിയമം, പഴയ ബലികൾ. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ സുശിക്ഷിക്കാൻ നമ്മുടെ അന്തരംഗങ്ങളെ എത്രയധികമായി ശുദ്ധീകരിക്കുകയില്ല. സ്നേഹമുള്ളവരെ, ഇതാണ് നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് 15-ാം അധ്യായത്തിൽ ഒരു ക്ലൈമാക്സ് എന്ന പോലെ, വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യപ്രകാശം പ്രാപിക്കുന്നതിന്. പ്രൈസ് ദ ലോർഡ്. വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ, അതായത് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യപ്രകാശം പ്രാപിക്കുന്നതിന് അവനൊരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. പുതിയ ഉടമ്പടി. ആ പുതിയ ഉടമ്പടി അനുസരിച്ചിട്ടാണ് കർത്താവ് ഈശോ മിശിഹ തൻ്റെ രക്തം ചിന്തിക്കൊണ്ട് മണവാട്ടിയായ സഭയെ, നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ സകല പാപങ്ങളിൽ നിന്നും വിശുദ്ധീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായി തീർന്നു. സ്നേഹമുള്ളവരെ, നിയമം ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകന്നവർക്ക്, നിയമം ലംഘിച്ചവർക്ക് അവൻ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. അതെ, ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായിരിക്കും. സ്നേഹമുള്ളവരെ, ഈ സ്വന്തം മരണം, തൻ്റെ സ്വന്തം രക്തമൊഴുക്കിക്കൊണ്ട് മണവാട്ടിയായ സഭയെ മഹത്വമണിയിക്കുന്നതിൻ്റെ രഹസ്യമാണ്
കാനായിലെ കല്യാണത്തിന്റെ രഹസ്യം. ആ കാനായിലെ കല്യാണം എന്ന് പറയുന്നത് അവിടെയുള്ളവരെ വീഞ്ഞു കുടിപ്പിക്കാനോ ആ കല്യാണത്തിന് അവിടെ ഉണ്ടായിരുന്ന അവരുടെ കുറവ് നികത്താൻ വേണ്ടി മാതാവിന്റെ മധ്യസ്ഥതം എടുത്തുകൊണ്ട് അവിടെ ഒരു അത്ഭുതം നടത്തിയതൊന്നും അല്ല അതിന്റെ പ്രധാന വിഷയം. അവിടുത്തെ പ്രധാന വിഷയം ഇതാ ഫരിസേയരും നിയമജ്ഞരുടെയും പുളിപ്പ് ആയ ആ പഴയ ആചാരാനുഷ്ഠാനങ്ങളിൽ ബദ്ധസ്ഥരായിരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു. ആചാരാനുഷ്ഠാനങ്ങളിൽ പോലെയല്ല ഇതാ ദൈവം തൻ്റെ പുത്രനെ അയച്ചിരിക്കുന്നത് പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കുന്ന പോലെ മനുഷ്യവംശത്തെ മുഴുവനും പുതിയ സൃഷ്ടിയായി മാറ്റിക്കൊണ്ട് മഹത്വമണിയിച്ച് പാപിനിയായ സ്ത്രീയെ ദൈവത്തിന്റെ മണവാട്ടിയാക്കി മാറ്റുന്ന അത്ഭുത പ്രതിഭാസമാണത്. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് നമ്മളുടെ വിശ്വാസത്തിൽ വളരേണ്ടത്. കാനായിലെ കല്യാണത്തിന്റെ പ്രധാന ഇതൊരു അടയാളമാണെന്നാണ് പറയുന്നത്. ആ കാനായിലെ കല്യാണത്തിന് ശേഷമാണ് ഈ ദേവാലയ വിശുദ്ധീകരണത്തിന്റെ പ്രധാന ഭാഗം. അവിടെ ഈശോ പറയുന്നത് തൻ്റെ ശരീരത്തെക്കുറിച്ചാണ്. തൻ്റെ ശരീരമായ ദേവാലയം പണിയുന്നതിനെ കുറിച്ച് കൂടിയാണ്. അവിടെ നമുക്ക് കുറച്ചുകൂടി വിചിന്തനം ചെയ്യാം. ഒരു നിമിഷം വീണ്ടും നമുക്ക് ചിന്തിക്കാം. വെള്ളം എന്ന ആ ഓക്സിജനും ഹൈഡ്രജനുമായ മോളിക്യൂൾസ് അടങ്ങുന്ന വെള്ളത്തെ ദൈവത്തിന്റെ സത്താരൂപാന്തരീകരണ പ്രവർത്തനത്തിലൂടെ പുതുവീഞ്ഞാക്കി മാറ്റി. പുതുവീഞ്ഞ് CH3CH2OH ആണ് അതിന്റെ മോളിക്യൂൾസ്. ഇത് അല്പം പഠിക്കേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കുന്ന മാതിരി അല്ല. ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനത്തിലൂടെ മാത്രമേ മനുഷ്യവംശം രൂപാന്തരപ്പെടുകയുള്ളൂ. മനുഷ്യവംശത്തെ മുഴുവനും ആദത്തിന്റെയും ഹവ്വയിലൂടെയും വന്ന പാപത്തിന്റെ ബലഹീനതകളിൽ നിന്നും രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ആ ആദ്യ സൃഷ്ടിയെ രൂപാന്തരപ്പെടുത്തി പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. വെള്ളം എന്ന സൃഷ്ടിയെ രൂപാന്തരപ്പെടുത്തി പുതിയ സൃഷ്ടിയായ ഒരു വീഞ്ഞാക്കി മാറ്റുന്നതാണ് അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനം. അങ്ങനെയാണ് ദൈവം തൻ്റെ മണവാട്ടിയെ മകുടമണിയിച്ച് മഹത്വീകരിക്കുന്നത്. ആ വെള്ളം എന്ന മനുഷ്യവംശത്തിൻ്റെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റി അവനെ മണവാട്ടിയാക്കി മാറ്റുന്ന പുതുവീഞ്ഞാക്കി മാറ്റും. അതുകൊണ്ടാണ് ഒരു കല്യാണ വിരുന്നിന്റെ പശ്ചാത്തലം അവിടെ. തുടർന്നുള്ള ഭാഗത്തിൽ നമുക്ക് കാണാം ദേവാലയ ശുദ്ധീകരണം എന്ന് പറയുന്നു. ദേവാലയ ശുദ്ധീകരണം മർക്കോസിന്റെ സുവിശേഷത്തിൽ ആ അത്തിവൃക്ഷത്തിനെ ഉണക്കിയതിന് ശേഷമാണ് ദേവാലയ ശുദ്ധീകരണം നടക്കുന്നത്. എന്നാൽ ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാനായിലെ കല്യാണത്തിന് ശേഷം, കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞായ പോലെ തന്നെയുള്ള ഒരു സിംബോളിസമാണ് അത്തിവൃക്ഷത്തെ ഉണക്കുന്നതിലും. അത്തിവൃക്ഷത്തെ ഉണക്കുന്നത് ഒരു ശാപത്തിന്റെ സന്ദേശമല്ല, മറിച്ച് അത്തിവൃക്ഷത്തെ സുവിശേഷത്തിൽ കാണേണ്ടത് പഴയ നിയമത്തിന്റെ പ്രതീകമാണ്. തോറ പഠിക്കുന്നതിന് അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്ന് 10 കൽപ്പനകളും ഡെക്കലോഗും തോറായും പഠിച്ച് അത് അക്ഷരാർത്ഥത്തിൽ ജീവിച്ചാൽ നീതീകരിക്കപ്പെടും എന്ന് വിശ്വസിച്ചിരുന്ന അവരിലേക്ക് ആ തോറായ്ക്ക് അപ്പുറമായ ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ്. ഈ പുതിയ നിയമം പഠിക്കാൻ ഇനി അത്തിവൃക്ഷം വേണ്ട. അതുകൊണ്ടാണ് ആ അത്തിവൃക്ഷത്തെ വേരോടെ പിഴുതു മാറ്റുന്നത്, വേരോടെ നശിപ്പിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് ഈ അത്തിവൃക്ഷത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. സാധാരണഗതിയിൽ മുന്തിരിത്തോട്ടത്തിന്റെ നടുക്ക് ആരും അത്തിവൃക്ഷം നടാറില്ല. നമ്മുടെ നെല്ലുള്ള വയലിന് നടുക്ക് ആരെങ്കിലും കൊണ്ടുപോയി, നെൽപ്പാടത്തിന്റെ നടുക്ക് ആരെങ്കിലും കൊണ്ടുപോയി തെങ്ങ് നടുവോ എന്ന പോലെയാണ്. അത്തിവൃക്ഷത്തെ ഒരിക്കലും മുന്തിരിത്തോട്ടത്തിന്റെ നടുക്ക് നടാറില്ല. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട സിംബോളിസം ഇതാണ്. 3 വർഷക്കാലം ഞാൻ നോക്കിയിട്ടും അതിൽ ഫലമൊന്നും ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് അതിനെ വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞപ്പോൾ കൃഷിക്കാരൻ പറയുകയാണ്, അയ്യോ ഇപ്പൊ വെട്ടല്ലേ, ഞാൻ 1 വർഷം കൂടി സമയം തരൂ, അതിൻ്റെ കട കിളച്ച് ഞാൻ വളമിട്ടുമ്പോൾ അത് ഫലം പുറപ്പെടുവിക്കാം. ഇവിടെ ഈ 3 വർഷം എന്ന് പറയുന്നതും ഇവിടെ പറയുന്ന ആ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നതും യേശുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടവും യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണവുമാണ്. ആ 3 വർഷത്തെ സുവിശേഷ പ്രഘോഷണമായ മുന്തിരിത്തോട്ടത്തിന്റെ മധ്യത്തിൽ
പഴയ നിയമത്തിന്റെ പ്രതീകമായ 10 കൽപ്പനകളെയും വാശിയോടെ വീറോടെ പാലിച്ചാൽ മാത്രമേ നീതി ലഭിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ച് നിൽക്കുന്ന, പഴയ പ്രവചനങ്ങളെല്ലാത്തിലും പറഞ്ഞിരിക്കുന്ന കർത്താവ് ഈശോ മിശിഹായെ കാണാൻ സാധിക്കാതെ നിൽക്കുന്ന ആ പഴയ നിയമത്തിന്റെ പ്രതീകമായ ഫരിസേയരാണ് ഈ അത്തിവൃക്ഷം. എന്നാൽ ആ ഫരിസേയനും മാനസാന്തരപ്പെടും. എപ്പോ മാനസാന്തരപ്പെടും? ഈ 3 വർഷ കാലഘട്ടത്തിലല്ല, മറിച്ച് ഈ 3 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന 4-ാം വർഷത്തിൽ, അതായത് യേശുവിന്റെ പീഡാസഹനം, മരണം, പുനരുത്ഥാനം കഴിഞ്ഞു കഴിയുമ്പോൾ, പന്തക്കുസ്തായ്ക്ക് ശേഷം വരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ ഈ ഫരിസേയരും രൂപാന്തരപ്പെടും. അതാണ് ആ അത്തിവൃക്ഷം. സ്നേഹമുള്ളവരെ, അപ്പോൾ ആ അത്തിവൃക്ഷം എന്ന് പറയുന്നത് ഈ പഴയ നിയമം കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരുന്നതിൻ്റെ അവസ്ഥയാണ്. അങ്ങനെയുള്ള പഴയ നിയമം കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരുന്ന അവസ്ഥയിൽ ഉണ്ടാകേണ്ട ഒരു രൂപാന്തരീകരണവും ശുദ്ധീകരണവുമാണ് ഈ ദേവാലയ ശുദ്ധീകരണം. ദേവാലയ ശുദ്ധീകരണത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അത്തിമരത്തെ ഉണക്കിയ പോലെ ആ ദേവാലയത്തിൽ ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു എന്ന പ്രവചനം കൂടി പൂർത്തിയാക്കിക്കൊണ്ടാണ് യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരും നാണയമാറ്റക്കാരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ടൊരു ചെമ്മട്ടി ഉണ്ടാക്കി അവരെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. സ്നേഹമുള്ളവരെ, ആദ്യത്തെ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. 2ാമത്തെ ജെറുസലേം ദേവാലയത്തിൽ നിന്നാണ് ഈശോ ഇത് ചെയ്യുന്നത്. ഈ ദേവാലയവും കല്ലിന്മേൽ കല്ല് കാണില്ല എന്ന് യേശു പറഞ്ഞു. പിന്നീട് അതുപോലെ തന്നെ ഈ 46 സംവത്സരം എടുത്ത് പണിത ജെറുസലേം ദേവാലയം യേശുവിന്റെ മരണശേഷം അധികം താമസിയാതെ അതും നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ മനുഷ്യനിർമ്മിതമായ ദേവാലയത്തിലല്ല ദൈവത്തിൻ്റെ ജെറുസലേമിൻ്റെ പ്രധാന ലക്ഷ്യം ഹൃദയം രൂപാന്തരീകരിക്കപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായ ഒരു ദേവാലയം, അതാണ് സഭ. ആ സഭയുടെ വിശുദ്ധീകരണമാണ് ഈശോയുടെ ലക്ഷ്യം. ഈശോ അവിടെ പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുകയാണെങ്കിൽ ഞാനത് 3 ദിവസം കൊണ്ട് പണിതുയർത്തുമെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലാകുകയുമില്ല. അത് അവരെ കുറ്റം പറഞ്ഞില്ല, അന്നത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. എന്നാൽ പിന്നീട് ശിഷ്യന്മാർക്ക് മനസ്സിലായി, അപ്പസ്തോലന്മാർ മനസ്സിലായി, യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർക്ക് മനസ്സിലായി, ഇത് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ ശരീരമാകുന്ന ദേവാലയത്തെ യേശു ഉയർപ്പിച്ച ആ ശരീരമാണ് ഇന്ന് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സഭയാകുന്ന യേശുവിൻ്റെ മണവാട്ടിയായ സഭ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ യേശു പാപങ്ങൾ മുഴുവനും ഏറ്റെടുത്ത് മഹത്വമണിയിക്കുന്ന ആ സഭയുടെ കാര്യമാണ് ഈ ദേവാലയ വിശുദ്ധീകരണത്തിലൂടെ കർത്താവ് അവിടെ വ്യക്തമാക്കുന്നത്. ദേവാലയ വിശുദ്ധീകരണത്തിന് ചാട്ടവാറെടുത്ത പോലെ തന്നെയാണ് അന്ത്യദിനത്തിൽ ദൈവത്തെ വിശ്വസിക്കാതെ അല്ലെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ കരുണാർദ്രമായ സ്നേഹത്തെ തിരസ്കരിച്ചുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ അതുപോലെ തന്നെ ദൈവം ശിക്ഷയ്ക്ക് അർഹരാക്കുന്നു. ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല, പക്ഷേ ദൈവത്തിന്റെ കരുണാർദ്രമായ ഈ വിമോചന പദ്ധതിയെ ഒരുവൻ തിരസ്കരിക്കുമ്പോൾ ഈ ദേവാലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരസ്കരിച്ചവരെ പോലെ, ദേവാലയമാണോ വലുത്, ആ ദേവാലയത്തിലെ കർത്താവ് ഈശോ മിശിഹായുടെ അനന്തമായ സാന്നിധ്യമാണോ വലുത്? ആ സാന്നിധ്യത്തെ മനസ്സിലാക്കാത്തവരെ ആണ്, മനസ്സിലാക്കാഞ്ഞത് കൊണ്ടല്ലേ അവർ ആ ദേവാലയത്തെ അതുപോലെ അശുദ്ധമാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ എന്ന പോലെ തന്നെയാണ് അന്ത്യദിനത്തിൽ വരാൻ പോകുന്നത്. അന്ത്യദിനത്തിൽ കർത്താവ് മഹത്വമണിയിക്കുമ്പോൾ കർത്താവ് തൻ്റെ മണവാട്ടിയായി ശുദ്ധീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സഭ, അവർ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇന്നത്തെ പ്രധാന വിഷയം. സ്നേഹമുള്ളവരെ, നമ്മുടെ കാരോസൂസ പ്രാർത്ഥനകളിൽ ഇത് വളരെ മനോഹരമായി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ കാരോസീസ പ്രാർത്ഥന ഇതാണ്: കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കാളിയാക്കണേ.
നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കാളിയാക്കണേ. ഈ നവംബർ മാസം നമ്മൾ ആത്മക്കാരുടെ മാസം, വിശ്വാസികളുടെ മാസം ആണെങ്കിൽ അത് ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കാളിയാക്കുന്ന മാസമാണ്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനമനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യഭാഗ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണേ. സ്ലീഹൻ സഭയെ സ്നേഹിക്കുകയും നിർമ്മല വധുവായിരിക്കാൻ അവൾക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കാളിയാക്കണമേ. തിരുസഭയെ കളങ്കമേശാത്ത വധുവാക്കി തീർക്കാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശിഹായെ, നിന്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ നീ പ്രസാദിക്കണമേ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇതാണ് ചിന്തിക്കേണ്ടത്, ഇതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ മാമോദീസായിലൂടെ ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവർ ഈ ദേവാലയം പോലെയാണ്. യേശുവിന്റെ ശരീരമാകുന്ന ദേവാലയം പോലെയാണ്. യേശുവിന്റെ ശരീരമാകുന്ന ദേവാലയം ദൈവത്തിന്റെ മണവാട്ടിയാണ്. ആ ദൈവത്തിന്റെ മണവാട്ടിയെ ശുദ്ധീകരിച്ച് നിർമ്മല വധുവായി പരിഗണിക്കാൻ വേണ്ടി കർത്താവ് ഈശോ മിശിഹ തന്റെ രക്തമൊഴുക്കി. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് സങ്കീർത്തനത്തിൽ പാടുന്നത്. സഭ അതിൻ്റെ പൂർണ്ണ മഹത്വം പ്രാപിക്കുമ്പോൾ ഒരു രാജകുമാരി പോലെയാണ്. മണവാട്ടി മാത്രമല്ല, രാജകുമാരി. സങ്കീർത്തനം 45 പാടുന്നത് ഇങ്ങനെയാണ്: രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു, വർണ്ണസഫലമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. അതാണ് പള്ളിക്കൂദാശക്കാലത്തിൽ സഭ മണവാട്ടിയായി സഭയെ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് ഈശോ സമർപ്പിക്കുന്ന സമയമാണ്. ആ സഭ നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മണവാട്ടിയായി മുടിചൂടി നിൽക്കുന്നവരാണെന്ന് ബോധ്യത്തിൽ നമുക്ക് ഇന്നത്തെ വിശുദ്ധ ബലി അർപ്പിച്ച് സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്.